Illustration 5. Hari, Lal and Jay have been in partnership for a number of years, sharing profits and loss in the ratio of 2:1. So, മൂന്ന് പാർട്ട്നേഴ്സാണ് ഹരി, ലാൽ ആൻഡ് ജയ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:1. Under the name Hari Brothers, they decided to convert their partnership into a limited company with effect from 1st Jan 2012 to be known as Hari Limited. So, ഈ ക്വസ്റ്റനിൽ കൺവേർഷൻ ആണുള്ളത്. ഓക്കെ, അവർ എന്താണ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ഹരി ലിമിറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വിത്ത് ഇഫക്ട് ഫ്രം 1st January 2012 ഡിസൈഡ് ചെയ്തു. Immediately prior to this conversion, the balance sheet of partnership as at 31st December 2011 as follows. So 31st December 2011 ബാലൻസ് ഷീറ്റ് വന്നിട്ടുണ്ട്. Capital accounts, current liabilities, long term liabilities, fixed assets, current asset. So ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ദേന ബാങ്ക് അക്കൗണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ആ അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട്. The terms of conversion are that Hari Limited is to take over the assets and liabilities of Hari Brothers as follows. So Hari Brothers in the assets and liabilities ടേക്കൺ ഓവർ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ വാല്യൂവിൽ ടേക്ക് ഓവർ ചെയ്യും. Closing balance in Axis Bank account is to be transferred to Dena Bank account before all the other dissolution entries are reflected in the partnership ledger. So, മറ്റ് എൻട്രീസ് ഡിസൊല്യൂഷൻ എൻട്രീസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ദേന ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ദേന ബാങ്ക് അക്കൗണ്ടിനകത്താണ് ഇഫക്ട്സ് എല്ലാം വരുത്തുന്നത്. ലാൽ ടുക്ക് ഓവർ ദ മോട്ടോർ വെഹിക്കിൾസ് അറ്റ് ആൻ അഗ്രീഡ് എമൗണ്ട് ഓഫ് 2000. സോ 20,000 മോട്ടോർ വെഹിക്കിൾ ലാൽ 2000 ടേക്ക് ഓവർ ചെയ്തു. ഓൾ അതർ ലയബിലിറ്റീസ് വർ പെയ്ഡ് ഫ്രം ദേന ബാങ്ക് അക്കൗണ്ട്. മറ്റ് ലയബിലിറ്റീസ്, അതായത് ഇവിടെ ലയബിലിറ്റീസ് ഉള്ളത് ലോൺ ഉണ്ട്, ഹരിയുടെ ലോൺ ഉണ്ട്, ഗോപി ലിമിറ്റഡിൻ്റെ. മറ്റ് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നത് ദേന ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. The purchase consideration is discharged by an issue at par of 60,000. സോ പർച്ചേസ് കൺസിഡറേഷൻ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അസറ്റ്സ്, ലയബിലിറ്റീസ്, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ. സോ ആ പർച്ചേസ് കൺസിഡറേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? 60,000 ഡിബഞ്ചേഴ്സ്. പർച്ചേസ് കൺസിഡറേഷനിൽ 60,000 ഡിബഞ്ചേഴ്സും ബാക്കി പ്ലസ് ഇക്വിറ്റി ഷെയർസ് ഇൻ ഹരി ലിമിറ്റഡ് ഓഫ് 1 each, ബാക്കി ഇക്വിറ്റി ഷെയർസും. ഓക്കെ, സോ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് തന്നെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ, ടേക്ക് ഓവർ ചെയ്ത വാല്യൂവിൽ. സോ land and building 96,000 plus plant and machinery 28,000 plus motor vehicles 15,000 plus inventories 60,000 plus debtors plus creditors, minus creditors plus goodwill. then ഇവിടെ ദേന ബാങ്ക് അക്കൗണ്ടും കൂടി വരും. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ആക്സിസ് ബാങ്ക് അക്കൗണ്ട്, ദേന ബാങ്ക് അക്കൗണ്ട് ഹരി ബ്രദേഴ്സിൻ്റെ ബുക്സിൽ. അതേപോലെ തന്നെ ബിസിനസ് പർച്ചേസ് അക്കൗണ്ടും ഹരി ബ്രദേഴ്സ് അക്കൗണ്ടും ഹരി ലിമിറ്റഡിൻ്റെ ബുക്കിൽ. സോ ഇൻ ദ ബുക്സ് ഓഫ് ഹരി ബ്രദേഴ്സ് ഫസ്റ്റ് വി ഷുഡ് പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. സോ ആദ്യം തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് ഇസ് taken over. So land and building to land and building 50,000, then plant and machinery 30,000, then motor vehicle 20,000, then inventories 60,000, then debtors 25,000. ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഇവിടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ദേന ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദെൻ ലയബിലിറ്റി സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് വരും, ദേന ബാങ്ക് അക്കൗണ്ട് വരും, ദെൻ ലാൽ ടേക്ക് ഓവർ ചെയ്ത മോട്ടോർ വെഹിക്കിൾ ലാൽ. അപ്പോൾ ലാൽസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലാൽസ് ക്യാപിറ്റൽ എന്നും പറഞ്ഞ് 2000 വരും. ദെൻ പർച്ചേസ് കൺസിഡറേഷനും വരും. പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത് ആരാണ്? ഹരി ലിമിറ്റഡ്. സോ ഹരി ലിമിറ്റഡ് വരും. സോ റിയലൈസേഷൻ അക്കൗണ്ട് എന്തൊക്കെ വരും? അസറ്റ്സ് ആർ ടേക്കൺ ഓവർ, liabilities are taken over, then if any asset is taken over by partner, then purchase consideration due. ഇനി നമുക്ക് ദേന ബാങ്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ടും ഹരി ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് അറിയില്ല. സോ ആദ്യം തന്നെ നമുക്ക് ദേന ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിന് മുൻപ്
ആക്സിസ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസും ദേന ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ 5000, അത് ദേന ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം 5000 എന്നും പറഞ്ഞ്. ദെൻ ദേന ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ലയബിലിറ്റി ആണ് ദേന ബാങ്ക് അക്കൗണ്ട്. സോ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ബാലൻസ് ബ്രോട്ട് ഡൗൺ 20,000. ദെൻ ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൽ ദേന ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ആക്സിസ് ബാങ്ക് അക്കൗണ്ട്, ദേന ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ആക്സിസ് ബാങ്ക് അക്കൗണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട് ഓൾ അതർ ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഫ്രം ദേന ബാങ്ക് അക്കൗണ്ട്. സോ ഇവിടെ മറ്റ് ലയബിലിറ്റീസ് എന്ന് പറയാനായിട്ട് ലോൺ ഉണ്ട്, ഹരിയുടെ ഗോപീസ് ലോണും ഉണ്ട് 3,000-ഉം 7,000-ഉം. സോ ഹരീസ് ലോൺ 3,000, ഗോപീസ് ലോൺ 7,000 ഡെറ്റർ ടു ദേന ബാങ്ക് അക്കൗണ്ട്. ഇനി ദേന ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ എന്തിനകത്ത് പോകും? റിയലൈസേഷൻ അക്കൗണ്ടിൽ പോകും. സോ ദേന ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ 25,000. ഈ 25,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും റെഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇത് അസറ്റ്സ് എല്ലാം ആഡ് ചെയ്യാം. അസറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 2,33,000 കിട്ടും. അതിൽ നിന്നും ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുക. ഇവിടെ ടേക്ക് ഓവർ ചെയ്ത ലയബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് 25,000 ഉണ്ട്. സോ ക്രെഡിറ്റേഴ്സ് 25,000 മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ ദേന ബാങ്ക് അക്കൗണ്ട് ബാലൻസിങ് ഫിഗറായ 25,000-ഉം റെഡ്യൂസ് ചെയ്യുമ്പോൾ 1,83,000 പർച്ചേസ് കൺസിഡറേഷനായിട്ട് കിട്ടും. അതാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ 1,83,000 എന്ന് എടുക്കേണ്ടത്. ഓക്കെ, സോ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്യുക, ലയബിലിറ്റീസ് എഴുതുക. ലയബിലിറ്റീസ് ആയിട്ട് ശ്രദ്ധിക്കണം, ദേന ബാങ്ക് അക്കൗണ്ട് എഴുതുമ്പോൾ ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതും ലോണും എടുത്തിട്ട് വേണം ദേന ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ എമൗണ്ട് കണ്ടുപിടിക്കാൻ. അതേപോലെ തന്നെ ഹരി ലിമിറ്റഡ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്വസ്റ്റൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബാലൻസ് ബ്രോട്ട് ഡൗൺ കൊടുക്കുക. ക്യാപിറ്റൽ ബാലൻസ് 732. ദെൻ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസും കറണ്ട് അക്കൗണ്ട് എന്നും പറഞ്ഞു കൊടുക്കുക 753. ദെൻ റിയലൈസേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ ലാൽ ടേക്ക് ഓവർ ചെയ്ത് 2,000-ഉം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യാം. സോ അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. എന്ത്? പർച്ചേസ് കൺസിഡറേഷൻ. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് 60,000 10% ഡിബഞ്ചേഴ്സ് ആയിട്ട് കൊടുക്കണം. സോ 10% ഡിബഞ്ചേഴ്സ് ആയ 60,000 നമ്മൾ ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ, അതായത് 7:3:2 റേഷ്യോയിൽ കൊടുക്കുക. അതിന് വേണമെങ്കിൽ നമുക്കൊരു ലെഡ്ജർ അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്യാം. 10% ഡിബഞ്ചേഴ്സ് ഇൻ ഹരി ലിമിറ്റഡ് അക്കൗണ്ട്, ഡെറ്റർ ടു ഹരി ലിമിറ്റഡ് എത്രയാണ്? 60,000. സോ ആ 60,000 7:3:2 റേഷ്യോയിൽ 3 പേർക്കും കൂടിയും കൊടുക്കാം. സോ 10% ഡിബഞ്ചേഴ്സ് ഇൻ ഹരി ലിമിറ്റഡ് വരും. ബാലൻസിങ് ഫിഗർ ഹരി ലിമിറ്റഡിൽ ഇക്വിറ്റി ഷെയർസ്, ഇവിടെ പ്ലസ് ഇക്വിറ്റി ഷെയർസ് എന്നല്ലേ. സോ ബാലൻസിങ് ഫിഗറാണ് ഇക്വിറ്റി ഷെയർസ്. അതും നമുക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചേഴ്സ് ചെയ്ത പോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് ഇൻ ഹരി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ദെൻ ഹരി ലിമിറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ വർക്കിംഗ് നോട്ട്സ് ആണ്. ഹരി ലിമിറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹരി ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ 1,83,000 പോസ്റ്റ് ചെയ്യാം. അവർക്ക് എങ്ങനെയൊക്കെ കൊടുക്കുന്നത്? 60,000 ഡിബഞ്ചേഴ്സ് ആയിട്ടും 1,23,000 ഇക്വിറ്റി ഷെയർസ് ആയിട്ടുമാണ് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇൻ ദ ബുക്സ് ഓഫ് ഹരി ബ്രദേഴ്സ് കഴിഞ്ഞു. ദെൻ ഇൻ ദ ബുക്സ് ഓഫ് ഹരി ലിമിറ്റഡ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ടും ഹരി ബ്രദേഴ്സ് അക്കൗണ്ടും. സോ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടേക്ക് ഓവർ ചെയ്ത് അസറ്റ്സും ലയബിലിറ്റീസും എഴുതാം. അസറ്റ്സ് എവിടെ? അസറ്റ് ടേക്കൺ ഓവർ, അതെല്ലാം അസറ്റ് സൈഡിൽ എഴുതാം. ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, ഇൻക്ലൂഡിങ് ദേന ബാങ്ക് അക്കൗണ്ട്. ദെൻ ലിക്വിഡേറ്റേഴ്സ് ഓഫ് ഹരി ബ്രദേഴ്സിൽ ലിക്വിഡേറ്റേഴ്സിന് കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ. സോ പർച്ചേസ് കൺസിഡറേഷൻ 1,83,000 എഴുതാം. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ടാലി ആകും. ദെൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്ത് അക്കൗണ്ടാണ്? ഹരി ബ്രദേഴ്സ് അക്കൗണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഹരി ബ്രദേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിസിനസ് പർച്ചേസ് 1,83,000. അത് ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10% ഡിബഞ്ചേഴ്സ് ഇൻ ഹരി ലിമിറ്റഡ് 60,000. ദെൻ ഇക്വിറ്റി ഷെയർസ് ഇൻ ഹരി ലിമിറ്റഡ് 1,23,000. സോ അതും ടാലി ആകും.